തക്കാളി രസം തയ്യാറാക്കാനായിട്ട് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, മല്ലി, ഇഞ്ചി, ജീരകം മുഴുവൻ, തൊലി കളയാത്ത വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും കൂടി നമ്മൾ എടുത്ത് വെച്ചത് ചതച്ചെടുക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിതൊന്ന് വേവിക്കാം. നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചതിന് ശേഷം അരിച്ചെടുക്കാം. തൊലി കളഞ്ഞ് നമ്മൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച മസാല കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കായപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പുളിവെള്ളവും നമ്മൾ അരിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം റെഡിയാവും. നിങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം.